ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയണമെന്നൊരു മെസ്സേജ് കർത്താവിന്റെ ദാസനിലൂടെ ദൈവം നമ്മളെ കേൾപ്പിച്ചു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളുടെ മുമ്പാകെ നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ ഒരുക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെ നിറയണമേ. കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടാം. അളവില്ലാതെ, അളവില്ലാതെ, അളവില്ലാതെ. പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനത്തിന് വാഞ്ചിക്കുന്നതാണ്. ചേർന്ന് അളവില്ലാതെ നിറയണമേ, അളവില്ലാതെ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു വാഞ്ചയോടെ ഒരു വലിയ സ്പർശനത്തിന് വേണ്ടി കൊതിക്കുന്നവർ ചേർന്ന് ആത്മാർത്ഥതയോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് യേശുവേ അകത്താകണമെന്ന് നിലവിളിച്ച് യെസ് ഹോളി സ്പിരിറ്റ് രാത്രി ആത്മീയ സ്പർശനം കർത്താവേ, അളവില്ലാത്ത ഒരു സാന്നിധ്യം കർത്താവേ, ആത്മാവിന്റെ ഒരു നിറവ്, ഒരു അധികമായ പകർച്ച ഈ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ യേശു ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ തീരാൻ സ്നാനമേൽപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ രാജാവേ, അങ്ങയുടെ മരണം വന്നിട്ടുണ്ട്. തിരുമുറയിൽ രാത്രികാലം ഉയർപ്പിച്ച വാളായ തിരുമുറവാളുടെ ഉന്നതങ്ങൾ ചെയ്ത് ഇന്നത്തെ പരിശുദ്ധാത്മാവിന്റെ അമിതമായ പകർച്ച, അളവില്ലാത്ത പകർച്ച, അളവില്ലാത്ത
ഈ ശനിയാഴ്ച രാത്രി നിങ്ങളോട് ഒരുമിച്ചായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച ഈ സമയത്തിനായി ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവദാസൻ ബിജി പാസ്റ്ററോട് കുടുംബത്തോട് ദൈവസഭയോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുടർന്നുള്ള സമയം നമ്മൾ ഒരുമിച്ച് അല്പസമയം ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായി നമുക്ക് ഒരുമിച്ച് ദൈവവചന ശുശ്രൂഷയിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ ജീവിതം ഒരു ബാലൻസ്ഡ് ലൈഫ്. നമ്മൾ ഒരു ത്രാശ് എടുത്താൽ നമ്മൾ പലപ്പോഴും സാധനങ്ങൾ വാങ്ങാൻ കടയിൽ ചെല്ലുമ്പോൾ അവിടെ ത്രാശിൽ ഒരു സൈഡിൽ കട്ടിയും ഒരു സൈഡിൽ സാധനങ്ങൾ വെച്ച് അവർ തൂക്കി രണ്ടും ബാലൻസ് ചെയ്ത് നമ്മുടെ വീട്ടിൽ. ക്രിസ്തീയ ജീവിതം, ഒരു ദൈവവൈതലിന്റെ ജീവിതം ബാലൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഒരു നമ്മുടെ ദൈവവചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. നമ്മുടെ ഡോക്ട്രിൻ ബാലൻസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് പൊങ്ങിയും ഒരു സൈഡ് താണും കിടക്കത്തില്ല. നമ്മുടെ ജീവിതം അതുപോലെയാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും പ്രതികൂലവും ഒക്കെ കടന്നു വരുന്ന സമയങ്ങളുണ്ടായിരിക്കും. എന്നാൽ അത് ഒരിക്കലും ആ ഒരു തട്ടി മാത്രം ത്രാശ് മാത്രം താണു കിടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും സൗഖ്യങ്ങളും ഒക്കെ ദൈവം തരും. ആ ഒരു ത്രാശം മാത്രം താണു കിടക്കത്തില്ല. രണ്ടും ബാലൻസ്ഡ് ആയിട്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നത് മറ്റൊന്നിനുമല്ല, നമ്മളെ തകർക്കുവാനല്ല, നമ്മളെ നശിപ്പിച്ചു കളയുവാനല്ല, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാനല്ല, പകരം അതിന്റെ നടുവിൽ നമ്മളെ പണിതെടുക്കുവാനാണ്. ആമേൻ. സ്കൂളിൽ കുഞ്ഞുങ്ങൾ നമ്മൾ പഠിച്ച സ്കൂളിലൊക്കെയും നമ്മൾ 1ാം ക്ലാസ് കഴിഞ്ഞ് 2ലേക്ക് കയറി, 3ലേക്ക് കയറി, 10ലേക്ക് കയറി, ഓരോ ക്ലാസ്സിലും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷൻ തരുന്നത്. പലപ്പോഴും പ്രതിസന്ധികൾ ജീവിതത്തിൽ ഒരു ടെസ്റ്റാണ്, ഒരു പ്രൊമോഷനുള്ള ടൈമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതികൂലങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു തടസ്സം, ഒരു പ്രതികൂലം എന്ന് പറയുന്നത് ആമേൻ നിങ്ങളുടെ മുൻപിലോട്ടുള്ള പോകുന്നതിന് തടസ്സമല്ല, പകരം നിങ്ങളെ അല്പം കൂടെ ഉയർത്തി, ആത്മീയമായി അല്പം കൂടെ വളർത്തി, ആമേൻ നിങ്ങൾക്ക് അല്പം കൂടെ ഉയർച്ചകൾ തന്ന് ആമേൻ ഒരു പ്രൊമോഷന്റെ ടൈമാണ്. അത് വിശ്വാസത്തിൽ സ്വീകരിക്കുവാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥകളിലും ദൈവം നിന്നെ ഉയർത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രതിസന്ധികളെ കണ്ട് കരയണ്ട, പ്രതികൂലങ്ങളെ കണ്ട് തകർന്നു പോകണ്ട, പ്രശ്നങ്ങളെ കണ്ട് ആരാധന നിർത്തല്ല. അവൻ പ്രതിസന്ധികളിൽ നീ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്, അവൻ ദൈവവചന ധ്യാനം കളയരുത്. അവൻ അത് നിന്റെ അവൻ പ്രമോഷന്റെ സമയമാണ്. ഹല്ലേലൂയ. സാധാരണ നമ്മൾ നല്ല രീതിയിൽ പോകുമ്പോഴുള്ള നമ്മുടെ പ്രാർത്ഥന പോലല്ല നമ്മുടെ പ്രതിസന്ധികളിലെ പ്രാർത്ഥന. അത് നമ്മളെ നമ്മുടെ ദൈവത്തോട് കുറച്ചുകൂടെ അടുപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. കഷ്ടങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും അടുത്ത തുണയെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. കഴിഞ്ഞ നാളുകളിൽ കഷ്ടതകളിൽ കൂടെ പോയവർക്കറിയാം കർത്താവ് നമുക്ക് എത്ര അടുത്തായിരുന്നുവെന്ന്. കഷ്ടതകളുടെ സമയം എന്ന് പറയുന്നത് ദൈവത്തോട് കുറച്ചുകൂടെ അടുക്കാനുള്ള സമയമാണ്. കഷ്ടതകളുടെ സമയം എന്ന് പറയുന്നത് ആത്മീയമായി ചിലത് കർത്താവിൽ നിന്ന് പ്രാപിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ നിന്നോട് പറയുവാനുള്ളത്, നിങ്ങൾ കഷ്ടതയിലുള്ള ഏതെങ്കിലും ഒക്കെ പ്രതികൂലത്തിലൂടെ പോകുന്നുവോ, ദൈവത്തോടു കൂടെ കുറച്ചുകൂടെ അടുക്കുവാനായ സമയത്ത് ഉപയോഗിക്കുക. ദൈവത്തിൽ നിന്ന് കുറച്ചുകൂടെ അഭിഷേകത്തെ, പരിശുദ്ധാത്മാവിനെ, ആത്മീയ വളർച്ചകളെ സ്വീകരിക്കുവാൻ ആ സമയങ്ങളെ, ഈ പ്രതിസന്ധികളെ നിങ്ങൾ ഉപയോഗിക്കുക. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങളുടെ പ്രതിസന്ധികളിൽ അവൻ സമയം വേസ്റ്റ് ചെയ്യരുത്. കിട്ടുന്ന സമയം ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ ഇരിക്കുക. ഹല്ലേലൂയ. അത് നിങ്ങളെ വളർത്തുവാനിടയാകും. വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് യബ്ബേസ് എന്ന് പറയുന്ന മനുഷ്യൻ. 1 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിൽ അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന പേരിട്ടു. വളരെ പരിചയമുള്ള വ്യക്തിയാണ്, പരിചയമുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിനുള്ള ചിലരോട് സംസാരിക്കുവാൻ, ചില ദൂതുകൾ കൈമാറി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, യബ്ബേസ് അവന്റെ അമ്മ അവനെ പ്രസവിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അവന്റെ അമ്മ പറഞ്ഞു. അവന്റെ അമ്മ എന്ത് ചെയ്തു? പറഞ്ഞേ. അവന്റെ അമ്മ പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ചില വേർഡുകൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ നിങ്ങളുടെ മുകളിലുള്ളവർ പറഞ്ഞ ചില വാക്കുകൾ ഒരു പക്ഷേ നിങ്ങളെ മുറിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പിതാവായിരിക്കാം, മാതാവായിരിക്കാം, നിങ്ങളുടെ കുടുംബക്കാരായിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ മുകളിലുള്ള മറ്റാരെങ്കിലും ആത്മീയ അധികാരികളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. ആരൊക്കെയോ നമ്മളെ നോക്കി പറഞ്ഞ ചില വേർഡുകൾ
പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചില പ്രയാസങ്ങളിലൂടെ പോയപ്പോഴൊക്കെ വന്ന ചില വാക്കുകൾ നമ്മളെ മുറിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. നമുക്കത് പ്രയാസമായിട്ട്, നമുക്കത് വ്യസനമുണ്ടാക്കിയിരിക്കാം. ഇവിടെ എബേസിന്റെ അമ്മ പ്രസവ സമയത്ത് താൻ മകനെ പ്രസവിക്കുമ്പോൾ വളരെയധികം പെയിൻ അനുഭവിച്ചു. ആ പെയിനിൽ നിന്നാണ് താൻ ആ സഹോദരി പറഞ്ഞ വാക്ക്. ഞാൻ ഇങ്ങനെ കരുതുന്നു, എബേസ് ആ വീട്ടിലെ ആദ്യ ജാതനായിരിക്കും. എബേസിനെ അമ്മ ഒന്നാമത്തെ മകനായിട്ട് പ്രസവിച്ചതാണെന്ന് ഞാൻ അങ്ങ് കരുതും. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷെ അവിടുത്തെ സാഹചര്യം നോക്കുമ്പോൾ അതിന്റെ അടുത്ത ഭാഗങ്ങൾ കാണുന്നു, അവന്റെ സഹോദരന്മാരെക്കാൾ എബോസ് ഏറ്റവും മാന്യനായി. പറഞ്ഞാൽ എബേസിന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ ഏറ്റവും കൂടുതൽ വേദന എടുത്തത് എബേസിനെ പ്രസവിച്ചപ്പോഴാണ്. സഹോദരിമാരോട് ചോദിച്ചാൽ ഒരു പക്ഷേ അവർ പറയും ഏത് ഡെലിവറിക്കാണ് പെയിൻ കൂടുതലുള്ളത്. ഒരു പക്ഷേ ആദ്യത്തെ ഡെലിവറിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ പെയിൻ. ആണോ കറക്റ്റ് ഓർമ്മ? നിങ്ങളാരും കിട്ടുന്നില്ല. ഫസ്റ്റ് ഡെലിവറിക്ക് കൂടുതൽ പെയിൻ. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, ആദ്യത്തെ ഡെലിവറി ആയിരിക്കാം എബേസിന്റെ. വളരെയധികം പെയിൻ അനുഭവിച്ചപ്പോൾ ആ സഹോദരി ആ ജനിച്ച മകന് ഒരു പേരിട്ടു. ഞാൻ ഇതിനെ വളരെ വ്യസനത്തോടെ പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു മകൻ പുറത്തേക്ക് വരികയാണ്. നിങ്ങളുടെ വീട്ടിൽ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഏറ്റവും വേദന അനുഭവിച്ച വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ നിന്നോ ഒക്കെ വളരെ പ്രയാസകരമായ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാലും എബേസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പേര് അവൻ പേറിക്കൊണ്ട് നടക്കുകയാണ്. വ്യസനപുത്രൻ എന്നുള്ള പേര്. ആരൊക്കെ അവനെ പേര് വിളിക്കുമ്പോൾ അവർ വിളിക്കുന്നത് എടാ വ്യസനപുത്ര എന്നാണ്, എടാ ദുഃഖത്തിന്റെ പുത്ര എന്ന്, അല്ലെങ്കിൽ എന്നാ അമ്മയെ വ്യസനിപ്പിച്ച മകൻ എന്നായിരിക്കാം. കുടുംബത്തിന് വ്യസനമായ മകൻ, നാട്ടുകാർക്ക് ഭാരമായ മകൻ, വീട്ടുകാർക്ക് ഭാരമായ മകൻ, ദൈവസഭയ്ക്ക് ഭാരമായവൻ, ഭാരമായവൾ എന്നൊക്കെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വിളിച്ചതായിരിക്കും. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ പേരൻസ് ഇട്ട ഒരു പേരുണ്ട്. ഇവിടെയാണെങ്കിൽ പാസ്പോർട്ടിൽ ജനിക്കുമ്പോൾ തന്നെ ഇടുന്ന ഒരു പേരുണ്ട്. അത് നമ്മുടെ ഒഫീഷ്യൽ നെയിമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ പേരൻസ് നമ്മളെ വിളിക്കുന്ന ഒരു പെറ്റ് നെയിമാണ്, അല്ലേ? കുട്ടനെന്നും കിട്ടനെന്നും ഒക്കെ വിളിക്കത്തില്ലേ? അപ്പോ അങ്ങനെയുള്ള കുറെ പേരുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് പഠിക്കാനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർ നമുക്ക് ഇടുന്നൊരു പേരുണ്ട്. കറക്കം അങ്ങനെയുള്ള പേരുകളൊക്കെ ഇല്ല, കൂട്ടുകാരിട്ടൊരു പേര്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ നാട്ടുകാരിടുന്നൊരു പേരുണ്ട്. എന്താ നാട്ടുകാരിടുന്ന പേര്? കുടിയെന്നോ പട്ടനെന്നോ പൊട്ടനെന്നോ ഒക്കെ നാട്ടുകാർ വിളിക്കും. നമ്മുടെ നേച്ചറിനനുസരിച്ചാണ് നാട്ടുകാർ നമ്മളെ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേരുകൾ നടക്കുന്ന ആളുകളുണ്ട്. എബേസ് വളരെ വ്യസനപുത്രൻ എന്ന് പേര് കേട്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷേ എബേസിന്റെ ജീവിതത്തെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ആ പേര് കാരണമാണ്. വ്യസനപുത്രൻ എന്നുള്ള പേര് അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവന്റെ ജീവിതത്തിൽ മാതാവ് ഹൃദയത്തിൽ നൊന്ത വേദനയോടെ ഇട്ട ഒരു പേര് അവന്റെ ജീവിതത്തിൽ ആ മാതാവിൽ നിന്ന് ഒരു അതോറിറ്റിയാണ്. മാതാവ് നമ്മുടെ മുകളിലുള്ള മാതാവോ പിതാവോ നമ്മുടെ മുകളിലുള്ള അതോറിറ്റി നമ്മളെ നോക്കി ഒരു വാക്ക് വ്യസനത്തോടെ പറഞ്ഞാൽ അതൊരു കേഴ്സ് പോലെ കിടക്കുന്നതാണ്, അതൊരു ശാപം പോലെ കിടക്കുന്നതാണ്. അത് വളരെ പ്രയാസമാണ്. പക്ഷേ അവിടെ അതിന്റെ താഴത്തെ വാക്യത്തിൽ കാണുന്നത് എബേസ് എന്ത് ചെയ്തു എന്നാണ്. എബേസ് എന്ത് ചെയ്തു? എബേസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എബേസിന്റെ പ്രാർത്ഥന നമുക്ക് ഒരു ദിവസം ഇത് പഠിക്കാനുള്ളതൊന്നും ഇല്ല. പക്ഷെ വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. നമ്മളെ പ്രാർത്ഥിക്കുന്ന പോലെ 1 മണിക്കൂർ എടുത്തൊന്നും പ്രാർത്ഥിച്ചില്ല. അദ്ദേഹത്തിന്റെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്ത് ചെയ്തു? എബേസ് ചോദിച്ചതിന് ഇസ്രായേലിന്റെ ദൈവം അവന് കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു, ദൈവം ഉത്തരം അരുളി. ഇന്ന് രാത്രി പലരുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഒരു രാത്രിയായിട്ട് മാറാൻ പോവുകയാണ്. സ്വർഗം ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ച ചില ചെറിയ പ്രാർത്ഥന, പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവന്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചത്, അവന്റെ വേദനയിൽ നിന്ന് പ്രാർത്ഥിച്ചതാ, അവന്റെ വിഷമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതാ. വിഷമ ഘട്ടങ്ങളിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനൊക്കെ ദൈവം നമുക്ക് ചില സമയങ്ങൾ തരും. പ്രതികൂലത്തിന്റെ ഘട്ടങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ജീവനുണ്ടാകും. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവത്തോട് നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ജീവനുണ്ടാകും, ഉത്തരമുണ്ടാകും. ഇവിടെ എബേസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ അവന് ദൈവത്തോട് കുറച്ചുകൂടെ അടുക്കാൻ പറ്റിയത് അവന്റെ അമ്മ, എബേസിന്റെ അമ്മ അനുഭവിച്ച വേദന, അല്ലെങ്കിൽ എബേസിന്റെ ജീവിതത്തിൽ വന്ന ആ ഒരു അവൻ ശാപവാക്ക്, ഒരു വേദനയുടെ പേര്
യെബേസിനെ ദൈവത്തോട് കുറച്ചുകൂടെ അടുപ്പിക്കാനിടയായി. ഞാൻ ആ പ്രാരംഭത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലെ വേദന ഘട്ടങ്ങൾ ദൈവത്തോട് നിങ്ങളെ കുറച്ചുകൂടെ അടുപ്പിക്കാൻ ഉപയോഗിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഉപയോഗിക്കണം. ആൻസർ തരുന്ന പ്രാർത്ഥന ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകും. ഇവിടെ യെബേസ് സംബന്ധിച്ചിടത്തോളം വേദനയിലൂടെ കടന്നുപോയത് യെബേസിനെ അനുഗ്രഹമാക്കി മാറ്റുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, നിങ്ങളുടെ വേദനയുടെ ഘട്ടങ്ങളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റാൻ പോവുക. നിങ്ങളുടെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റാൻ പോവുക. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സഭയോട് പറയുന്ന ഒരു ദൂതുണ്ട്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായിട്ട് ഉളവാക്കുന്നു. അപ്പോ ദൈവം അനുവദിക്കുന്ന ചില ദുഃഖങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ ആ സമയം എന്ന് പറയുന്നത് ദൈവം എന്തിനാണ് നിനക്കത് അനുവദിച്ചത് എന്ന് അവൻ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. ദൈവത്തോട് സംസാരിക്കണം. കർത്താവേ, എന്തിനാണ് എന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി വന്നത്? എന്തിനാണ് എന്റെ ജീവിതത്തിൽ ഈ പ്രതികൂലം വന്നത്? ദൈവം നിന്നോട് പറയുന്നത് ഒരു പക്ഷേ ഈ വാക്യമായിരിക്കാം, അവൻ ദൈവഹിത പ്രകാരമുള്ള ഒരു ദുഃഖം അതിലൂടെ കടന്നു പോകുന്നത് നിനക്ക് അനുഗ്രഹമാണ്. പക്ഷേ ദൈവഹിത പ്രകാരം അല്ലാത്തതാണെങ്കിൽ അതിനെ ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും. ആമേൻ. ദൈവഹിത പ്രകാരം അല്ലാത്ത ദുഃഖത്തെ പിശാച്, ശത്രു, സാത്താൻ കൊണ്ടുവന്നാൽ അതിനെ ഓവർകം ചെയ്യുവാനാണ് ദൈവം നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് അവൻ ദൈവത്തിന്റെ പുത്രനെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന്റെ മകനും മകളുമാക്കി മാറ്റിയത്. That is an authority God has given. ദൈവം നിങ്ങൾക്ക് ഒരു അധികാരം തന്നിട്ടുണ്ട്. എന്ത്? ദൈവഹിത പ്രകാരമുള്ള അല്ലാത്ത ദുഃഖങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ അതിനെ അലിയെ തകർക്കുവാൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സർവ്വബലത്തെയും ചവിട്ടുവാൻ യേശു തന്ന അധികാരം ഇന്ന് രാത്രി ചിലർ ഉപയോഗിക്കട്ടെ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അധികാരത്തിന്റെ ഒരു പകർച്ച ദൈവം നിന്റെ മേൽ പകരും. പ്രതികൂലത്തിന്റെ ഘട്ടങ്ങളിൽ അധികാരത്തിന്റെ ഒരു പകർച്ച യേശു തരും. യെബേസിന്റെ ജീവിതത്തിൽ അവന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവനാലും ഈ അധികാരത്തിന്റെ ഒരു പകർച്ചയാണ്. യെബേസ് ഇസ്രായേലിനെ ദൈവത്തോട് ചോദിച്ചു. അവൻ ചോദിച്ചതിനെ ദൈവം കൊടുത്തു. മറ്റൊന്നുമല്ല, അവൻ ചോദിച്ചത് നിന്റെ കൈ ദൈവമേ നിശ്ചയമായി ഒന്ന് അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി എത്ര പേർ അങ്ങനെ പറയും, ദൈവമേ നിശ്ചയമായി ഒന്ന് അനുഗ്രഹിക്കണം, നിശ്ചയമായി ഒന്ന് അനുഗ്രഹിക്കണം. ഒരു നിശ്ചയം, ഒരു ഷുവർട്ടി അവൻ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ഷുവർട്ടി ഒന്നുമില്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞതാ, നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി. എവിടെ വിശ്വസിക്കണം? പ്രാർത്ഥനയ്ക്ക് ഒന്നാമത് വിശ്വാസം ഉണ്ടാകും. നിശ്ചയമായിട്ട് ആ ഷുവർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വിശ്വാസമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒന്നാമതൊരു വിശ്വാസം ഉണ്ടാകണം. വിശ്വാസത്തിൽ നിന്ന് നീ പറയുന്നത് സംഭവിക്കും. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് മുഖത്തോട്ട് നോക്കി ചിരിച്ചോണ്ട് പറ, വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് സംഭവിക്കും. യെബേസിന്റെ ജീവിതം പോലെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതം പോകുന്നത്. ചില കരച്ചിലോ നിലവിളിയോ പ്രയാസമോ വേദനയോ ദുഃഖമോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞൊരു ദൂതുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 49-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. 49-15 ഒരു സ്ത്രീ തന്റെ മകനെ മറക്കും, തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ആ കരം ഉയർത്തിയെന്ന് പറഞ്ഞേ, ദൈവം എന്നെ മറക്കത്തില്ല, ദൈവം എന്നെ മറക്കത്തില്ല. ഈ മരുഭൂമിയുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് അവൻ മറന്നു കളയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അവൻ ഈ അന്യ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് വെറും കൈയായി നിന്നെ മടക്കി അയക്കുന്ന ഒരു ദൈവത്തെ അല്ല നീ വിളിക്കുന്നത്. നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. നിന്റെ സഹോദരങ്ങൾ നിനക്ക് കൈത്താങ്കൾ തരുന്നില്ലായിരിക്കും. നിന്റെ ചാർച്ചക്കാരും വീട്ടുകാരും നിന്നെ മറന്നു കളഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരോടൊരു ദൂത് പറയുന്നു. ഹൃദയത്തിൽ തട്ടി ഒരു ദൂത് പറയുന്നു. അത് നിന്നോട് തന്നെയാ. അത് പരിശുദ്ധാത്മാവ് പറയുന്നത്. അമ്മ മറന്നാലും അപ്പൻ മറന്നാലും ദൈവം നിന്നെ മറക്കത്തില്ല. മറക്കാത്തൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളിൽ ഉയർത്തി ചേർന്നവർ മറക്കാത്തതിനൊരു കാരണമുണ്ട്. അതുകൂടെ ആ താഴെ പറയുന്നത്. അടുത്ത വാക്യം 16-ാം വാക്യത്തിൽ പറയും എന്താ മറക്കാത്തെന്ന്. ഇതാ ഞാൻ നിന്നെ ഉള്ളകരത്തിൽ വരച്ചിരിക്കും. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? എന്നെ നിങ്ങൾ വരച്ചു വെച്ചിരിക്കും. വരച്ചു വെച്ചതുകൊണ്ട് എന്ത് സംഭവിക്കും? അവിടെ നിന്ന് എടുക്കാൻ ആർക്കും അനുവാദമില്ല, തൊടുവാൻ ആർക്കും അനുവാദം. നമ്മൾ വിചാരിക്കുന്നത് ശത്രുവാദി എഴുതും, പിശാച് ഇത് എഴുതും. നമുക്ക് നേരം വെളുത്താൽ വൈകുന്നേരം ഇട പറയാനുണ്ട്. അത് പിശാചിനെ നമ്മളെ എങ്ങനെ തൊടാൻ പറ്റും?
നമ്മൾ ദൈവത്തിന്റെ ഉള്ളംകരത്തിൽ വരയ്ക്കപ്പെട്ടവരും വരയ്ക്കപ്പെട്ടവനും. നമ്മളൊരു ദിവസം എത്ര പ്രാവശ്യം നമ്മുടെ കരം കാണും? നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ഈ ഉള്ളംകരം കാണുന്നുണ്ട് ഒരു ദിവസം? എണ്ണാൻ പറ്റിയിട്ടുണ്ട്? തലമുടിയെ തുടയ്ക്കുമ്പോഴും, തലമുടി ചെയ്യുമ്പോഴും, കണ്ണ് തുടയ്ക്കുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും എത്രയോ പ്രാവശ്യം ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം എത്ര പ്രാവശ്യം നമ്മളെ കാണുന്നു. നമ്മൾ വിചാരിക്കുന്ന ദൈവം എന്നെ മറന്നോന്ന്. ദൈവം മറന്നിട്ടില്ല. ഓരോ മിനിറ്റ് ബൈ മിനിറ്റ്, മൊമെന്റ് ബൈ മൊമെന്റ് ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ നമ്മുടെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു. അവൻ നമ്മുടെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു 27-ാം അധ്യായം 10-ാം വാക്യത്തിൽ, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് വരും. നമ്മളെ ചേർത്ത് വരും, നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മളെ ചേർക്കുന്നൊരു കർത്താവ്. ആരൊക്കെ മറന്നെങ്കിൽ മറക്കട്ടെ. മറന്നവരെല്ലാം മറന്നു. അവരെ ഓർത്ത് ഹൃദയത്തിൽ കോപവും കയ്പും വിദ്വേഷവും ഒന്നും വെക്കണ്ട. പകരം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. നിന്നെ വേദനിപ്പിച്ചവർ, നിന്നോട് വേദനയുടെ വാക്ക് പറഞ്ഞവർ, നിനക്കെതിരെ സംസാരിച്ചവർ, നിന്നെ ഹല്ലേലൂയ തള്ളിക്കളഞ്ഞവർ, നിന്നെ സഹായിക്കേണ്ടിയവർ അവൻ ഉപേക്ഷിച്ചപ്പോൾ അവൻ നിന്റെ ഹൃദയത്തിൽ വന്ന ആ വേദന സ്വർഗത്തിലെ ദൈവം അറിയുന്നു. അവൻ നിന്നെ അരുതാത്ത പേര് പറഞ്ഞു വിളിച്ചപ്പോൾ നീ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞുവെന്ന് പറഞ്ഞവർ അവൻ നിന്റെ ഹൃദയത്തിൽ അത് വേദനയായി കിടക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ആ വേദനകളെല്ലാം യേശു ഇന്ന് രാത്രി പുറത്തെടുക്കുക. നിന്റെ ഹൃദയത്തിലെ നൊമ്പരങ്ങള്, നിന്റെ ഹൃദയത്തിലെ വേദനകള്, നിന്റെ ഹൃദയത്തിൽ മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളെ, നിന്നെ നിന്ദിച്ച വാക്കുകളെ, അവൻ നിന്നെ പഴിച്ചു പറഞ്ഞ വാക്കുകളെ, അവൻ നീ പറയാത്തത് പറഞ്ഞുവെന്ന് പറഞ്ഞ വാക്കുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആ ഹൃദയം തുറന്ന് അതൊന്ന് പുറത്തേക്ക് എടുക്കുക. ആ മനസ്സുകളൊന്ന് ഫ്രീ ആകട്ടെ, ആ മനസ്സൊന്ന് ഫ്രീ ആകട്ടെ. അവൻ അറിയ നിന്നെ കൊണ്ടത് സാധ്യമല്ലായിരിക്കാം, പക്ഷെ സ്വർഗത്തിൽ നിന്ന് കൃപ പകരുന്ന ഒരു യേശുവുണ്ട്. ആ കൃപയാൽ ഇന്ന് രാത്രി ആ മനസ്സുകളെ തുറന്നതൊന്ന് ക്ലീൻ ചെയ്താട്ട്, അതൊന്ന് ഉപേക്ഷിച്ചാട്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒരു പക്ഷേ സാധ്യമല്ല, നമുക്ക് മറക്കാൻ പറ്റുന്നില്ലായിരിക്കും, അത്ര വ്യസനമായിരിക്കാം, അത്ര ഭാരമായിരിക്കും. പക്ഷേ യെശയ്യാ പ്രവാചകൻ നമുക്ക് വേണ്ടി ഒരു പ്രവചനം പ്രവചിച്ചു. യെശയ്യാ 53-ാം വാക്യത്തിൽ അവൻ പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തി. മറ്റൊന്നുമല്ല, അവനത് നമ്മുടെ കർത്താവായ യേശുവിനെ പറ്റിയ. യേശു എന്ത് ചെയ്തു? അത് ആർക്ക് വേണ്ടിയായിരുന്നു? എനിക്ക് വേണ്ടിയായിരുന്നു. എന്റെ വ്യസനം മാറ്റാൻ, എന്നെ നിന്ന് മാറ്റാൻ, എന്നെ ഉപേക്ഷിച്ചവർക്ക് അവൻ എന്നെ ഉപേക്ഷിക്കപ്പെടാതിരിക്കുവാൻ യേശുവിനെ പറ്റി പ്രവാചകനോട് പ്രവചിച്ചത് വായിച്ചേ. അവൻ മനുഷ്യനാൽ കർത്താവായ യേശുവിനെ പറ്റി പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് അവൻ പ്രവചിച്ച പ്രവചനം. പക്ഷേ 700 വർഷങ്ങൾക്ക് ശേഷം യെരുശലേമിൽ നിന്ന് സംഭവിക്കുമ്പോൾ അവൻ നിന്ദിക്കപ്പെട്ടത് എന്റെ നിന്ദകളെ ചുമക്കാനായിരുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? യേശു നിന്ദിക്കപ്പെട്ടു. അവന്റെ മുഖത്ത് അവർ തുപ്പി, അവനെ നിന്ദാവാക്ക് പറഞ്ഞു. അത് മറ്റാർക്കും വേണ്ടിയായിരുന്നില്ല, എനിക്ക് വേണ്ടിയായിരുന്നു വിശ്വസിക്കുന്നവർ ആ നെഞ്ചത്തോട് കൈയേർത്ത് വെച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി യേശു നിന്ദിക്കപ്പെട്ടെ. അവൻ ത്യജിക്കപ്പെട്ടു. അവന്റെ ശിഷ്യന്മാർ കഴിഞ്ഞ 3.5 വർഷം കൂടെ കൊണ്ടു നടന്ന് ഭക്ഷണം കൊടുത്ത് സകല ശുശ്രൂഷയും ചെയ്യിപ്പിച്ച് സകല കാര്യങ്ങളും ഇടപെട്ട ശിഷ്യന്മാർ അവനെ ഉപേക്ഷിച്ചു, ത്യജിച്ചു കളഞ്ഞു. എല്ലാവരും ഓടിപ്പോയി. യോഹന്നാൻ മാത്രം അവസാന നിമിഷം വരെ ഉണ്ടായി. ബാക്കി എല്ലാവരും ഓടിപ്പോയി. അവസാനം പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാ. സകലരും ഉപേക്ഷിച്ചത് നമ്മൾ ത്യജിക്കപ്പെടാതിരിക്കാനാണ്. ചില നിമിഷങ്ങൾ നിങ്ങൾ വിചാരിച്ചില്ലേ, ആ സഹായിക്കേണ്ട വ്യക്തി എന്നെ സഹായിച്ചില്ല, എന്റെ മാതാപിതാക്കൾ എന്നെ ത്യജിച്ചു, എന്റെ സഹോദരൻ എന്നെ ത്യജിച്ചു എന്നൊക്കെ ഇടയ്ക്ക് ഓർക്കത്തില്ലേ? അതൊക്കെ ഇന്ന് രാത്രി ഒരു പൂർണ്ണമായ മറവിയിലേക്ക്, പൂർണ്ണമായത് മാഞ്ഞു പോകുവാൻ യേശു എനിക്ക് വേണ്ടി ത്യജിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുവാൻ സാധിക്കുമോ? അവൻ വ്യസനം മാത്രമായിരുന്നു. യേശു വ്യസനിച്ചു. അവൻ ഗത്സമന തോട്ടത്തിൽ കടന്നു വന്നുള്ള പ്രാർത്ഥന, തന്നിടത്ത് വീണു, തന്റെ രക്തം വിയർപ്പുതുള്ളിയായി പുറത്തു വരത്തക്കവണ്ണം താൻ മാനസിക വ്യസനത്തിലൂടെ കടന്നുപോയി. അവസാനം പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോ, കഴിയുമെങ്കിൽ പാനപാത്രം ഒന്ന് നീക്കണമേ. പിതാവ് പറഞ്ഞത് കേട്ടിട്ട് താൻ തിരിച്ചു പ്രാർത്ഥിച്ചു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. മറ്റൊന്നിനു വേണ്ടിയല്ല ഞാൻ വ്യസനം ചുമക്കുന്നത്, അനേകരുടെ വ്യസനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനാണ്. യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി വ്യസനപാത്രമായി തീർന്നത് നമ്മുടെ വ്യസനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ മാനസിക ദുഃഖത്തിൽ നമ്മളെ
പുറത്തു കൊണ്ടുവരാനായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, നീ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിന്നെ മാനിക്കുന്ന ഒരു യേശുവാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ നിന്ദിക്കപ്പെട്ടത്. നീ തള്ളിക്കളയപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിന്നെ ആക്സെപ്റ്റൻസിലേക്ക് കൊണ്ടുവരുന്ന ഒരു യേശുവാണ് കാൽവരിയിൽ നമുക്ക് വേണ്ടി ത്യജിക്കപ്പെട്ടത്. നിന്റെ വ്യസനങ്ങളിൽ നിന്ന്, നിന്റെ ദുഃഖങ്ങളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ വ്യസനപാത്രമായി തീർന്ന ഒരു യേശുവിനെയാണ് കാൽവരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രോഗം ശീലിച്ചവനായിരുന്നത് അവന്റെ അടിപ്പിണകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് വചനപ്രകാരം അവൻ സൗഖ്യം തരുവാനായിരുന്നു. അവൻ രോഗം ശീലിച്ചു, അവൻ വേദനകളെ എടുത്തു, അവൻ നമ്മുടെ വ്യാധികളെ ചുമന്നു. അവന്റെ അടിപ്പിണകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് പ്രവാചകൻ പ്രവചിച്ചത് നിവൃത്തിയാകുവാൻ അവൻ ശരീരം അടികൾ കൊണ്ട്, ചാട്ടവാറുകൾ കൊണ്ട് അടിക്കപ്പെട്ടു. അവന്റെ ശരീരം മുഴുവൻ കീറുകൊളിക്കപ്പെട്ടു. മറ്റൊന്നിനുമല്ല, ഇത് ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു യേശുവാണ് ഇന്ന് രാത്രി ഇതിനകത്തുള്ളത്. ആ യേശുവിന്റെ കരത്തിലേക്ക് നിന്റെ വ്യസനത്തെ ഒന്ന് കൈമാറ. ആ യേശുവിന്റെ കരത്തിലേക്ക് നിന്റെ നിന്ദയെ ഒന്ന് കൈമാറ. ആ യേശുവിന്റെ കരത്തിലേക്ക് അവൻ നിന്റെ രോഗത്തെ ഒന്ന് കൈമാറ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച് അത് ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കുന്നവൻ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി യേശു അവൻ നിന്റെ വ്യസനത്തെ അവൻ സന്തോഷമാക്കുന്നവൻ. ഓ, നിന്റെ രക്തഴിച്ച് നിന്നെ ഉത്സവവസ്ത്രം ധരിപ്പിക്കുന്നവൻ. പ്രാർത്ഥിച്ച് 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 ഇന്ന് രാത്രി സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. Healings take place in Jesus' name. യേശുവിന്റെ നാമത്തിൽ ദൈവിക സൗഖ്യങ്ങൾ, രോഗസൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. അവൻ നിങ്ങൾ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കരവെച്ച് പ്രാർത്ഥിച്ചാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. അവന്റെ അടിപ്പിടലുകളാലുള്ള സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അടിയട്ടെ, രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ. മാതാവിൽ നിന്ന് വന്ന വ്യസനത്തോടെയുള്ള വാക്ക് എബേസിന്റെ ജീവിതത്തെ വളർച്ചയില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ആ പാരമ്പര്യത്തെ എബേസ് ഒരു പ്രാർത്ഥനയിലൂടെ ബ്രേക്ക് ചെയ്തു. പാരമ്പര്യമായി വന്ന ശാപങ്ങൾ ഉണ്ടായിരിക്കാം, പാരമ്പര്യമായി വന്ന വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ പിതൃകുടുംബത്തിൽ നിന്നൊക്കെ വന്നത് ഒരു പക്ഷെങ്കിൽ, പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവവൈതലിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവവൈതലിൽ നിന്റെ ജീവിതത്തിൽ ഇരിക്കുവാൻ അതിന് അനുവാദമില്ല. പത്രോസ് ഇങ്ങനെ പറഞ്ഞു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് കഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ഓ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വില നമുക്കറിയാമോ? നമുക്ക് ഈ ഭൂമിയിൽ വിലയിടാൻ പറ്റുന്ന ഒരു വിലയല്ല അതിന്. സർവ മനുഷ്യകുലത്തിന്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി കൊടുത്ത രക്തത്തിന്റെ വിലയാണ്. ആ വില കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? വിലയ്ക്ക് വാങ്ങിയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വില എത്ര? Can you imagine? നമ്മുടെ വില എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ആ സമയോടെ എഴുതിയത് നിങ്ങളെ വിലയേറിയവരും മാന്യരുമാക്കി മാറ്റി. നമ്മൾ ആരാണ്? വിലയേറിയവർ. അടുത്തിരിക്കുന്ന ആളോട് കൈകൊടുത്ത് പറ, നമ്മൾ വിലയേറിയവരാണ്. വിലയേറിയവരാണ്. നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ പിതൃപാരമ്പര്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ അത് ക്യാൻസൽ ആവുക. ആമേൻ. കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഈ എസ്തേറിന്റെ പുസ്തകം നമ്മളൊക്കെ വളരെ പരിചയമുള്ള പുസ്തകമായിരിക്കും. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കാം. ഒരുപാട് മെസ്സേജസ് കേട്ടിട്ടുള്ള പുസ്തകമായിരിക്കും. എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം എന്നൊരു വേർഡ് എഴുതിയിട്ടില്ല. പക്ഷെ അദൃശ്യമായ ഒരു ദൈവത്തിന്റെ കരം തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. എസ്തേറിന്റെ പുസ്തകത്തിൽ ഒന്ന് രണ്ട് പ്രധാന വ്യക്തികളുണ്ട്. ഒന്ന് രണ്ടല്ല, മൂന്നാല് പ്രധാന വ്യക്തികളുണ്ട്. അതിൽ ഒരാള് മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യനാണ്, യഹൂദനാണ്. ഈ മൊർദെഖായി നെബൂഖദ്നേസർ രാജാവ് യഹൂദന്മാരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബാലനായി.
പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശൂഷൻ രാജധാനിയിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ ശൂഷൻ രാജധാനിയിലെ ഒരു സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുക. സെക്യൂരിറ്റി ഓഫീസറായി വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്ത രണ്ട് സെക്യൂരിറ്റി ഗാർഡുകൾ രാജാവിനെതിരെ ഗൂഢാലോചന ഉണ്ടാക്കി അദ്ദേഹത്തെ കൊല്ലുവാൻ തക്കവണ്ണം പദ്ധതിയൊക്കെ ഉണ്ടാക്കി. അത് മൊർദെഖായിക്ക് അറിവ് കിട്ടി. മൊർദെഖായി അത് എസ്തേറിനോട് പറഞ്ഞു. എസ്തേർ രാജാവിന് അറിവ് കൊടുത്തു. രാജാവ് ഇന്റലിജൻസിനെ വിട്ടു അന്വേഷിച്ചു. ശരിയാണെന്ന് മനസ്സിലായി. അവരെ രണ്ടുപേരെ പിടിച്ചു, വിസ്താരം ചെയ്തു, അവരെ കൊന്നുകളഞ്ഞു. ഈ ചെയ്തത് മൊർദെഖായിയുടെ പേരിൽ രാജാവ് പുസ്തകത്തിൽ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്തതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്തതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയോട് ദൂത് പറയുമ്പോൾ കർത്താവോട് യോഹന്നാനോട് പറയുന്നുണ്ട്. ഓരോ സഭയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയും. എല്ലാ 7 സഭയോട് പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയും. അപ്പൊ നമ്മുടെ പ്രവൃത്തി എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ ചെയ്തത് സ്വർഗത്തിലെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തക്ക സമയത്ത് അതിന് പ്രതിഫലം കിട്ടും. തക്ക സമയത്ത് പുസ്തകം തുറക്കും. ഇവിടെ മൊർദെഖായിയുടെ കാര്യം പുസ്തകത്തിൽ എഴുതി വെച്ചു. പക്ഷെ മൊർദെഖായിക്ക് അതിന് പ്രതിഫലമൊന്നും കിട്ടിയില്ല. മൊർദെഖായിക്ക് ഇൻക്രിമെന്റ് കിട്ടിയില്ല, പ്രമോഷനും കിട്ടിയില്ല. പക്ഷെ അടുത്ത അധ്യായം 3-ാം അധ്യായം തുടങ്ങുന്നത് മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഹമ്മേദാദയുടെ മകൻ ആഗാഗ്യനായ ഹാമാനെ പരിചയപ്പെടുത്തുന്നു. ഹാമാന് രാജാവ് പ്രമോഷൻ കൊടുത്തു, ഇൻക്രിമെന്റ് കൊടുത്തു, തന്റെ കൂടെ ഇരുത്തി പദവികളൊക്കെ കൊടുത്തു. യഥാർത്ഥത്തിൽ ഈ പ്രമോഷൻ ആർക്ക് കിട്ടേണ്ടത്? മൊർദെഖായിക്ക് കിട്ടേണ്ട പ്രമോഷനാണ്. നിനക്ക് കിട്ടേണ്ടത് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പൈശാചിക പദ്ധതികളെ ഇന്ന് രാത്രി നീ തിരിച്ചറിയാൻ നിനക്ക് വരേണ്ട നന്മകള്, നിനക്ക് വരേണ്ട ഉയർച്ചകള്, നിനക്ക് ലഭിക്കേണ്ടതായുള്ള വർധനവുകള് ശത്രു തടഞ്ഞ് പിടിച്ചെവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അതിനെ പൊട്ടിച്ച് നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കരവറകളെ തുറക്കുന്ന ഒരു ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ നന്മകളെ പിടിച്ചു വെച്ചെങ്കിൽ, നിന്റെ അനുഗ്രഹങ്ങളെ പിടിച്ചു വെച്ചെങ്കിൽ, നിന്റെ ഉയർച്ചകളെ ശത്രു പിടിച്ചു വെച്ചെങ്കിൽ തിരിച്ചറി. ഇന്ന് രാത്രി സ്വർഗം അതിനെ തുറക്കുവാൻ കഴിവുള്ളവനാ. മൊർദെഖായി അതിന് പകരമൊന്നും ചെയ്യാൻ പോയില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹാമാൻ യഹൂദന്മാർക്ക് മുഴുവൻ വിരോധമായിട്ട് പദ്ധതി ഉണ്ടാക്കി. ഹാമാൻ മൊർദെഖായിയെ കഴുമരത്തിൽ തൂക്കിക്കളയുവാൻ കഴുമരം ഉണ്ടാക്കി ഇവനെ തൂക്കിക്കളയാൻ പോയി. അവിടെ ഒരു കാര്യം ശ്രദ്ധയാണ്. ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് മാത്രം വന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി അവിടെ എഴുതിയിരിക്കുന്നത് ആഗാഗ്യനായ ഹാമാൻ. ആരെയും ആഗാഗ്യൻ? ആഗാഗ്യനെ നമ്മൾ കാണുന്നത് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. അവിടെ ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗലിനെ ദൈവം രാജാവായി വാഴിച്ചിട്ട് പ്രവാചകനായ ശമൂവേലിനെ അയച്ചിട്ട് പറഞ്ഞു, നീ പോയിട്ട് അമാലേക്കിനെ യുദ്ധം ചെയ്ത് സംഹരിച്ച ശേഷം നിർമൂലമാക്കി മടങ്ങി വരും. യെസ് സാർ പറഞ്ഞിട്ട് ശൗല് പോയി. പക്ഷേ ശമൂവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞത് അതുപോലെ ശൗല് അനുസരിച്ചില്ല. അവൻ അവിടെ പോയിട്ട് രാജാവിനെ കൊന്നില്ല, പിടിച്ചു, യുദ്ധം ജയിച്ചു. പക്ഷെ രാജാവിനെ അവന്റെ പരിവാരങ്ങളെയും എല്ലാം ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നു. ആ കൂട്ടത്തിലുള്ള രാജാവായിരുന്നു ആഗാഗ്. അദ്ദേഹത്തിന്റെ മക്കളെയും പത്നികളെയും എല്ലാം പിടിച്ചു. നല്ലതെന്തൊക്കെ കണ്ടോ അതെല്ലാം എടുത്തോണ്ട് വന്നു. നല്ല മൃഗങ്ങളെ ഒക്കെ പിടിച്ചോണ്ട് വന്നു. അവസാനം ദൈവം ശമൂവേലിന്റെ മുന്നിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ ശൗലിനെ രാജാവാക്കിയത് കൊണ്ട് ദുഃഖിക്കും. ഇന്ന് രാത്രി നമ്മളെ നോക്കി സ്വർഗം അങ്ങനെ പറയാൻ ഇടയാകരുത്. ദൈവഹിതമല്ലാത്തതൊന്നും നമ്മുടെ കരത്തിൽ ഉണ്ടാകരുത്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കണം. ദൈവഹിതമല്ലാത്തതൊന്നും സമ്പാദിക്കാൻ പോകരുത്. ദൈവത്തിന്റെ ഹിതത്തിലുള്ളതല്ലാത്ത ശബദാർപ്പണമായതൊന്നും എടുക്കാൻ പോകരുത്. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദൈവവൈതലിന് തക്ക സമയത്ത് ദൈവം മുൻമഴയും പിന്മഴയും അയക്കും. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിലൊന്ന് താണിരുന്ന് കൊടുക്കുക. താഴ്മയുള്ളവനെ ഉയർത്തുന്നൊരു ദൈവം അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരുന്നാൽ അവൻ തക്ക സമയത്ത് ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അവൻ ആഗാഗിനെ പിടിച്ചുകൊണ്ട് വന്നു. ശൗലിനെ കാണുവാൻ ചെന്നപ്പോൾ ആഗാഗിനെ കണ്ടു, ആഗാഗിനെ പിടിച്ചു കൊന്നു. പക്ഷെ അവന്റെ മക്കൾ ജീവനോടെ രക്ഷപ്പെട്ടു. പക്ഷെ 500 വർഷത്തിന് ശേഷം ശൂഷൻ രാജധാനിയിൽ ഒരാഗാഗ്യനായ ഹാമാൻ ഇരിക്കും. എന്തുകൊണ്ട് വന്നു? ശൗൽ എന്ന് പറയുന്ന പിതാമഹൻ, അതായത് ശൗല് ബെന്യാമീൻ ഗോത്രക്കാരനാണ്, മൊർദെഖായി ബെന്യാമീൻ ഗോത്രക്കാരനാണ്. ഈ ശൗലിന്റെ വംശപാരമ്പര്യത്തിലുള്ള ആളാണ് ആര്? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ, സമയം കഴിഞ്ഞു, നിർത്തട്ടെ.
ശൗലിന്റെ രാജാവായ ശൗലിന്റെ വംശപാരമ്പര്യത്തിലുള്ള ആളാണ് മൊർദെഖായി. ആഗാഗ്യനായ രാജാവിന്റെ വംശപാരമ്പര്യമുള്ളവനാണ് ഹാമാൻ. അന്ന് ശൗല് ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത് കൊണ്ട് ഇന്ന് തലമുറ എന്ത് ചെയ്യുന്നു? പ്രതികൂലത്തിലേക്ക് കടന്നു വീഴുക. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമേതലേ, ആമേൻ. ഇന്ന് രാത്രി എല്ലാ വ്യർത്ഥമായ പിതൃപാരമ്പര്യമായി പകരപ്പെട്ടത്, ആമേൻ, പിതാക്കന്മാരുടെ പാപങ്ങളാൽ വന്നതോ പിതാക്കന്മാർ ചെയ്യാതിരുന്നതോ ദൈവത്തെ ആരാധിക്കാതിരുന്നതോ, ആമേൻ, തെറ്റായുള്ള ആരാധനയിൽ പോയതോ ഒക്കെ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ, ആമേൻ, നിങ്ങൾക്ക് വില പറഞ്ഞു നിൽക്കുന്നതുണ്ടെങ്കിൽ പറയണം, അവരോട് തിരിച്ചു പറയണം, അധികാരത്തോടെ പറയണം. Because you are a child of God. നീ ഒരു ദൈവ പൈതലാ. നീ ഒരു ദൈവ പൈതലാ. പറഞ്ഞേ, ഞാനൊരു ദൈവ പൈതലാ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, സർവ്വ സൃഷ്ടിയും ഈറ്റുനോവോടിരിക്കുന്നതിന് എന്തിനാണ് ഇരിക്കുന്നത്? സർവ്വ സൃഷ്ടിയും കാത്തിരിക്കുന്നത് ദൈവപുത്രന്മാർ വെളിപ്പെടുവാൻ. ഏതാ ഈ ദൈവപുത്രന്മാർ? സർവ്വ സൃഷ്ടിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സകല സാധനങ്ങളും, ഈ ഭൂമിയിലുള്ള സകല ജനാചരങ്ങളും, സകല നിർമ്മിതികളും വെയിറ്റിംഗ്, ഈഗർലി വെയിറ്റിംഗ്. എന്തിനു വേണ്ടിയാ? ദൈവപുത്രന്മാർ വെളിപ്പെട്ടു വരണം. ആരാ ഈ ദൈവപുത്രന്മാർ? ആരാ ദൈവപുത്രന്മാർ? പറഞ്ഞേ. ഞാനാണെന്ന് പറ. ഞാനാണ് ദൈവപുത്രൻ. എന്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവപുത്രൻ എന്റെ ഉള്ളിലുണ്ട്. എന്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിനെ വീണ്ടും ജനിച്ചപ്പോൾ എന്റെ ഉള്ളിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ആത്മാവ്, അത് എന്റെ സ്പിരിച്വൽ മാന, എന്റെ ഉള്ളിലെ ദൈവപുത്രന് അത് വെളിപ്പെടണം. എപ്പോ വെളിപ്പെടണം? പുനരുദ്ധാനത്തിൽ വെളിപ്പെടുന്നത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളിലുള്ള ദൈവപുത്രൻ വെളിപ്പെടണം. ഡേ ടു ഡേ, മൊമെന്റ് ബൈ മൊമെന്റ്. ദാറ്റ് ഈസ് an authority. ഒരു അതോറിറ്റിയാണ്, ഒരു അധികാരമാണ്. ആ അധികാരം എല്ലാ മേഖലകളിലും വെളിപ്പെടണം. ഞാനൊരു ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവ്, അവന് അധികാരത്തോടെ കൽപ്പിക്കാനുള്ള ഒരു അധികാരമാണ്. യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സർവ്വബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരു കേട് വരുത്തത്തില്ല. നിങ്ങൾ പിശാചിനെ ശാസിച്ചത് കൊണ്ട് അവൻ നിങ്ങൾക്ക് ഒരു കേട് വരുത്തുവാൻ യേശു അനുവദിച്ചിട്ടില്ല. പിന്നെ അവൻ എങ്ങനെ നിങ്ങൾക്ക് കേട് വരുത്തുന്നത്? നിങ്ങൾ പൈശാചിക ശക്തികളെ പുറത്താക്കിയത് കൊണ്ട് ഒരൊന്നും നിങ്ങൾക്കൊരു കേട് വരുത്തത്തില്ല. ചിലർ വിചാരിക്കുന്നത് തിരിച്ചടി, ഒരു തിരിച്ചടിയും ഒരു ദൈവത്തിന് തരുവാൻ പിശാചിന് അനുവാദമില്ല. യേശു കൊടുത്തിട്ടില്ല, നമ്മൾ കൊടുക്കാതിരുന്നാൽ മതി. ആമേൻ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹാമാൻ വർഷങ്ങൾക്ക് മുമ്പേ നശിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ ഒരു ശൗല് കാണിച്ച അനുസരണക്കേട് തന്റെ തലമുറ ബന്ധിക്കപ്പെടുവാൻ കാരണമായെങ്കിൽ, ഇന്ന് രാത്രി അനുസരണക്കേടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവത്തെ അനുസരിക്കേണ്ട സ്ഥാനത്ത്, ദൈവഹിതത്തിന് വിധേയപ്പെടേണ്ട സ്ഥാനത്ത് നമ്മൾ മറുതലിക്കുമ്പോൾ, നമ്മുടെ തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന ചില പൈശാചിക ഇൻഫ്ലുവൻസുകളെ ഇല്ലാതാക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കഴിയും. അതിനെ മറികടക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കഴിയും. അതിനെ ഓവർകം ചെയ്യുവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കഴിയും. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് ദൈവമക്കളാകുന്ന നമ്മളെ നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് ഓവർകം ചെയ്യാൻ. ഓവർകം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന മുഴുവനത. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളോട് ദൂതെഴുതുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് ചില റിവാർഡ്സ് പറയുന്നുണ്ട്. നമുക്ക് ഈ റിവാർഡ്സ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ലുലുൽ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ നമ്മളെ ജോലി പോലും മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ ഓടി പോകും, അല്ലേ? നമ്മൾ നോക്കിയിരിക്കുക, ലുലുവിന്റെ മെസ്സേജ് വരുന്നുണ്ടോ, നെസ്റ്റോയുടെ മെസ്സേജ് വരുന്നുണ്ടോ, ബൈ 2 get 1 ഫ്രീ. പിന്നെ മിഡ് നൈറ്റ് സെയിൽ, 50% ഓഫ്. ഇതെല്ലാം ഓഫർ തരുന്നതിനാ, ആളുകളെ ആകർഷിക്കാനാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ഓരോ സഭകളോടുമുള്ള അവസാന ഭാഗത്ത് കർത്താവ് ഓരോ ഓഫർ തരുന്നുണ്ട്. അതെങ്കിലും എടുത്തു വെച്ച് വായിക്കും. അറ്റ്ലീസ്റ്റ് ഓഫറെങ്കിലും ഒന്ന് വായിക്കും. റിവാർഡ്സ്. പക്ഷെ അവിടെ പറയുന്നതിനെല്ലാം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ ആലയത്തിൽ തൂണാക്കും, ജയിക്കുന്നവൻ എന്നോട് കൂടെ ഇരിക്കാൻ വരം കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ലിൽ എഴുതിയ പുതിയ പേര് കൊടുക്കും. ഇങ്ങനെ ഓരോ ഓഫറാണ്. പക്ഷെ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഓഫർ വായിച്ചുകൊണ്ട് കാര്യമില്ല. ജയിക്കണമെങ്കിൽ അത്
അതിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗം വായിക്കണം. ആദ്യം പറയുന്നത് കമന്റേഷൻ ആണ്, അപ്രിസിയേഷൻസ് ആണ്. അതിനകത്ത് ആ സഭകളോട് ദൈവം പറഞ്ഞ അപ്രിസിയേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ജയിക്കാൻ പ്രാപ്തിയുള്ളവരാകുന്നത്. രണ്ടാമത്തെ ഭാഗമായി 7 സഭകളോട് പറയുന്നതിൽ 2 സഭ ഒഴിച്ച് ബാക്കി എല്ലാവരോടും പറയുന്നത് കമന്റേഷൻസ് ആണ്, ക്രിറ്റിസിസംസ് ആണ്. ആ ക്രിറ്റിസിസം പറഞ്ഞിരിക്കുന്ന ഓരോ സഭയോട് പറഞ്ഞാൽ നമ്മളോടുമുള്ള ദൂത പേഴ്സണലായിട്ട് നമ്മളത് എടുത്തു വെച്ച് വായിച്ചു നോക്കണം. ഇതിൽ ഏതെങ്കിലും കമന്റേഷൻ, ക്രിറ്റിസിസം എന്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോഴുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുവാനുള്ള കാരണങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് കർത്താവ് അതിനകത്ത് പറഞ്ഞത് വാണിംഗ്സ് ആണ്. നീ ഏതിൽ നിന്ന് വീണു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. അപ്പൊ അത് വാണിംഗ്സ് ആണ്. ആ വാണിംഗ്സ് എടുത്ത് നോക്കണം. എന്റെ ജീവിതവുമായി തട്ടി നോക്കുമ്പോൾ ഈ വാണിംഗ്സിന് ബന്ധപ്പെട്ട എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിൽ നിന്നൊന്ന് മാനസാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ഒന്ന് പരിശോധിച്ചു നോക്കിക്കേ. ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായി പുത്രിമാരായി ദൈവം നമ്മളെ അവന്റെ പുത്രനായ യേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്ത് നമ്മൾ ദൈവത്തിന്റെ അധികാരികളായി ഈ രാജ്യത്തിന് അധികാരം നടത്തുവാൻ, അധികാരത്തോടെ കൽപ്പിക്കുവാൻ, അധികാരത്തോടെ ജയാളികളെക്കാൾ ജയാളിയായി മാറുവാൻ യേശു നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ അവന്റെ വിലയേറിയ രക്തത്തിന്റെ വിലയാൽ ഞാനും നിങ്ങളും യേശുവിന്റെ രക്തത്തിന്റെ വിലയുള്ളതിനാൽ വിലയേറിയ ഒരു മാന്യമാക്കി തീർത്ത ഒരു ദൈവത്തിന്റെ മക്കളാണ്, അവകാശികളാണ്. പ്രാർത്ഥിച്ചാൽ ഒരു നിമിഷം ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ വീട് കിടക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ അവൻ കർത്താവേ എന്ന് വിളിച്ചാണ്, പ്രാർത്ഥിച്ചാണ് ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിച്ചാണ്, ഒരു നിമിഷം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാണ് കർത്താവേ ഞാൻ മടങ്ങി വരുന്നു. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതെല്ലാം കർത്താവേ നിന്റെ പാദപീഠത്തിൽ അർപ്പിക്കും. ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ ഒരു നിമിഷം, ഒരു മിനിറ്റ്. മനസ്സ് തകർന്നവരും ഹൃദയം നുറുങ്ങിയവരും മനസ്സ് തകർന്നവരുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുന്നവരെ അവൻ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഹൃദയം നുറുങ്ങിയുന്ന എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ, മനസ്സ് തകർന്നത് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അവന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ചാട്ടെ. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിലും സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ കൊതിയാണപ്പാ. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിലും സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ കൊതിയാണപ്പാ. ഇന്ന് രാത്രി എത്ര പേർ കൊതിക്കും? ആ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് കൊതിച്ച് ആ സാന്നിധ്യത്തിനകത്തേക്കൊന്ന് കയറിക്ക്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിന്റെ ദൂതുകളെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ വചനം ഞങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നതിനാൽ സ്തോത്രം. വചനപ്രകാരം കർത്താവേ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവമേ അധികാരത്തിന്റെ ഒരു പകർച്ച നിന്റെ കുഞ്ഞുങ്ങളുടെ അവൻ പകരണം. ഉള്ളിൽ വന്ന ദൈവപുത്രൻ ആരെന്ന് തിരിച്ചറിഞ്ഞ് അധികാരത്തോടെ ശത്രുവിന്റെ മേൽ ജയാളിയായി ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി സ്വർഗം ദൈവമേ ഈ സഭയെ കൈപിടിച്ച് കയറ്റണമേ. ഈ ദൈവസഭയെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഈ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല വ്യക്തികളെയും, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ഭവനങ്ങൾ, ജോലി മേഖലകൾ
ഭാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസൻ വിജിപാഷനായി തന്റെ കുടുംബം തന്റെ തലമുറകൾക്കായി സ്തോത്രം. ഈ ദേശത്ത് ദൈവം അവരുടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യണം. ഈ ദേശത്തെ അവകാശമാക്കുന്നവരായി എഴുന്നേൽപ്പിക്കണം. ഇന്ന് രാത്രി ശുശ്രൂഷിക്കുവാൻ കർത്താവ് സാക്ഷി നിന്നതിനായി സ്തോത്രം. അവിടുന്ന് തുണച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസന്റെ വിവരത്തിനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അടിയനോട് കൂടെ ഈ കടന്നു വന്നത് ഞങ്ങളുടെ ദാസനും തന്റെ കുടുംബത്തിനും തലമുറകൾക്കും അനുഗ്രഹത്തിനായി സ്വർഗ്ഗം തുറന്ന് ദൈവം കടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന പിരിയാത്ത സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കണം. സകല മഹത്വം പിതാവിനെ അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ, താങ്ക് യു വെരി മച്ച്. ഇത്രത്തോളം സമയം ഒരുമിച്ച് ശുശ്രൂഷയിൽ കടന്നു വന്നതിനായി സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.